ഒരു തട്ടിപ്പ് വാർത്ത വരുന്നു. മുംബൈ പോലീസ് എന്ന വ്യാജേനെ ഭീഷണിപ്പെടുത്തി പ്രതിരോധ മന്ത്രാലയത്തിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ആളുടെ കയ്യിൽ നിന്ന് 6.5 ലക്ഷത്തിലേറെ രൂപ തട്ടിയെന്ന് പരാതി. തൃക്കാക്കര സ്വദേശിക്കാണ് പണം നഷ്ടമായത്. ശ്യാംകുമാർ ചെയ്യുന്നു. ശ്യാംകുമാർ, ഈ തട്ടിപ്പുകാരന് വല്ലാത്ത ധൈര്യമായിരിക്കും. ഒരു എക്സ് മിലിറ്ററി സ്റ്റാഫ്, അതായത് ഡിഫൻസ് മിനിസ്റ്ററി സ്റ്റാഫിനെയാണ് പറ്റിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സുഹൈലെ, ഇതിൽ പറ്റിക്കപ്പെട്ടയാളെ കുറിച്ച് പോലീസിന് പറയുമ്പോൾ വലിയൊരു അമർഷമാണുള്ളത്. കാരണം ഇത്രയും ഉയർന്ന ഒരു റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരം ഒരു തട്ടിപ്പിനെ കുറിച്ച് ബോധവാനല്ലാതെ 6.5 ലക്ഷം രൂപ അയച്ചു കൊടുത്തു എന്നുള്ളതായിരുന്നു പോലീസിനെ പോലും ഞെട്ടിച്ചത്. മുംബൈ പോലീസിൽ കേസുണ്ട് എന്നും കള്ളപ്പണം വെളുപ്പിച്ചതിൽ മുംബൈ പോലീസ് അന്വേഷണം ഇല്ലാതാക്കാനാണ് 6,63,000 രൂപ ചോദിച്ചത്. ഇത് ചോദിച്ച ഉടനെ തന്നെ കാനറ ബാങ്കിലെ അക്കൗണ്ടിൽ നിന്ന് പണം ആ തട്ടിപ്പുകാരന്റെ അക്കൗണ്ടിലേക്ക് ഇദ്ദേഹം അയച്ചു കൊടുക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഈ തട്ടിപ്പിനിരയായ അയാൾക്ക് പിന്നീട് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാവുകയും അയാൾ തൃക്കാക്കര പോലീസിൽ എത്തുകയും ചെയ്തത്. ഏതായാലും പണം കൊടുത്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് പരാതിയും കൊണ്ട് വന്നത്. അതുകൊണ്ട് തന്നെ വ്യാജനിലേക്ക് എത്താനാകുമോ എന്ന് പോലീസിനും സംശയമുണ്ട്. ഇത്രയും പരിചയമുള്ള ഒരാൾ തന്നെ ഇത്തരം തട്ടിപ്പുകൾക്ക് തലവെച്ച് കൊടുത്തതിലാണ് ഇപ്പോൾ പോലീസ് ഈ പരാതി കേട്ട് തലയിൽ കൈവച്ചിരുന്നു പോയത്. സുഹൈൽ, ശരി, ഒരു വിലപേശലുമില്ലാതെ ചോദിച്ച പണം അതേപടി കൊടുത്തിരിക്കുന്നു മുന്നുന്നത ഉദ്യോഗസ്ഥൻ എന്ന് തന്നെ വേണം പറയാൻ. തട്ടിപ്പുകൾ പെരുകുകയാണ്, ജാഗ്രത വേണം.